നമുക്കിന്നൊരു ബീഫ് പള്ളിക്കറി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നല്ല കഴുകിയെടുത്ത ബീഫ് വേണം. അതിനകത്തേക്ക് ഒരു സബോളയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ച പേസ്റ്റും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് മീറ്റ് മസാലയും പിന്നെ ബീഫ് പള്ളിക്കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. സോ മല്ലിപ്പൊടി കുറച്ച് മുന്തി നിൽക്കണം. സോ അത് നമ്മൾ കൂടുതലിടുക. പിന്നെ വളരെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മീറ്റ് മസാല അതുപോലെ ഗരം മസാല പിന്നെ കുറച്ചധികം കുരുമുളകും ഉപ്പും ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നിരടി എടുക്കണം. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ബീഫിന്റെ ഒപ്പത്തിന് വെള്ളം മതി. എന്നിട്ട് കുക്കറിൽ ഒരു 3 വിസിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. നോർമലി ഇട്ട് 3 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഈ ബീഫ് ഒന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സബോള, തക്കാളി, പച്ചമുളക്, മല്ലിയിലാണ്. സോ ആദ്യം ഒരു പാൻ വെച്ച് ജസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സബോളയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നല്ലോണം വഴന്നു വരുമ്പോൾ തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇടാം. എന്നിട്ട് നമ്മുടെ ബീഫ് ഇട്ടതിന് ശേഷം ഇളക്കി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് കുറച്ച് മല്ലിയില വിതറി കഴിഞ്ഞാൽ സേവ് ചെയ്യാം. അപ്പോൾ ബീഫ് പള്ളിക്കറി ഇവിടെ റെഡി.